ഇങ്ങനെയാണ് വലിയ വലിയ യൂട്യൂബേഴ്സ് അവരുടെ ഷോർട്ട് വീഡിയോസ് വൈറലാക്കുന്നത്. അവർക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തുമില്ല. ഇതേപോലുള്ള നിങ്ങളുടെ പല സംശയങ്ങളും ഈ വീഡിയോയിൽ ക്ലിയർ ആകും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ശരിയായ രീതിയിൽ എല്ലാ സെറ്റിങ്സും കൊടുത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ യൂട്യൂബിൽ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നതിന് ശേഷം ഈ അപ്ലോഡിംഗ് സെറ്റിങ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിക്കിടക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാ സെറ്റിങ്സും കൊടുത്ത് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളിൽ പലരും പല സമയത്തും എന്നോട് ചോദിച്ചിട്ടുള്ള പല സംശയങ്ങളുടെ ഉത്തരം ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട എല്ലാ സെറ്റിങ്സും നമുക്ക് യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അല്ലാതെ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ ഇവിടെ നമ്മൾ ഇതിനെ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പിലോ അതല്ലെങ്കിൽ ക്രോമിലൂടെ കയറി മറ്റ് സെറ്റിങ്സും കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എല്ലാ സെറ്റിങ്സും നമുക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലെങ്തി ആയിപ്പോയെന്ന് വരാം, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇവിടെ നോക്കാം, ഞാൻ എൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ ഷോർട്ട് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ ഷോർട്ട് അല്ലെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ ഷോർട്ടിൽ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്ക്, ഏറ്റവും മുകളിൽ ഒരു ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയിൽ ഏതെങ്കിലും പാട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം, അതിനുശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം വീഡിയോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക, ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനെ തന്നെ ഞാൻ ഇവിടെ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നോക്കുക, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. ഈ ഒരു സ്ക്രീനിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതുവരെ നമ്മളൊരു പാട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോടൊപ്പം ഒരു പാട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നോക്കുക, ഏറ്റവും മുകളിൽ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ആഡ് സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് പാട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പാട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ കിളിയേ കിളിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ പാട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ പാട്ടൊക്കെ വരുന്നുണ്ട്. അതിനോടൊപ്പം മുകളിൽ 3 ടാബ്സ് വരുന്നുണ്ട്. ഓൾ, ഒഫീഷ്യൽ മ്യൂസിക്, ഒറിജിനൽ സൗണ്ട്സ്. ഇവിടെ നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഓൾ അല്ലെങ്കിൽ ഈ ഒറിജിനൽ സൗണ്ട്സിൽ വരുന്ന ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പാട്ട് മറ്റേതെങ്കിലും യൂട്യൂബർ അവരുടെ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള പാട്ടായിരിക്കാം. അവർ ചിലപ്പോൾ എഡിറ്റിങ്ങിലൂടെ കയറ്റിയിട്ടുള്ള പാട്ടുമായിരിക്കാം. അപ്പോൾ അങ്ങനെ അത് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ആ യൂട്യൂബർ അവരുടെ ആ ഷോർട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അലോ റീമിക്സിങ് അവർ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ മ്യൂട്ടായി പോകും. ഇങ്ങനെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ മ്യൂട്ടായി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയെ അൺലിസ്റ്റ് ചെയ്ത് വെക്കും. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയി പോകും. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒഫീഷ്യൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒഫീഷ്യൽ മ്യൂസിക്കിൽ വരുന്ന പാട്ടിലും ചിലപ്പോൾ നമുക്ക് ഈ പണി കിട്ടിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ഓരോ പാട്ടായിട്ട് കേട്ട് നോക്കുക. ഞാനിവിടെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. അപ്പോൾ ഓരോ പാട്ടായിട്ട് കേട്ട് നോക്കിയിട്ട് ഏത് പാട്ടിലാണോ കംപ്ലീറ്റ് പാട്ടും വരുന്നത് അതിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം അത് ചിലപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഓണേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പാട്ടായിരിക്കും. ഇവിടെ മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സിൽ നിന്ന് പാട്ട് എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ. അത്ര മാത്രമേ നമുക്കും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് പാട്ടുമുണ്ട്. ഇതിൻ്റെ ഏത് പർട്ടിക്കുലർ പാർട്ടാണോ നമുക്ക് വേണ്ടുന്നത് അതിനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ആ ഒരു പ്രയോജനം കൂടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും മുകളിൽ കാണിക്കുന്ന ഈ ഒരു പാട്ടിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ബ്ലൂ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ആ പാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി
ഈ പാട്ടിൻ്റെ ഏത് പർട്ടിക്കുലർ പാർട്ടാണ് നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക ഏറ്റവും മുകളിലായിട്ട് ആ പാട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നോക്കുക ആ പാട്ടിൻ്റെ കംപ്ലീറ്റ് ട്രാക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഏത് ഭാഗത്താണോ കൊണ്ട് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പാട്ട് നമുക്ക് കേട്ട് നോക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുന്നില്ല, ഞാനിവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ കൊണ്ട് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ താഴെ നോക്കുക ഡൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഈ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളിൽ പലരും പല സമയത്തും ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതായത് വലിയ വലിയ ക്രിയേറ്റേഴ്സ് അവരുടെ വൈറൽ ഷോർട്ട് വീഡിയോസിൽ അവരുടെ സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഓൺ വോയിസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ വൈറലായിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കുക ഏറ്റവും മുകളിൽ നമ്മുടെ പാട്ടിൻ്റെ പേര് കാണിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സൗണ്ടിൻ്റെ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നോക്കുക 2 ഓഡിയോ ട്രാക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഓഡിയോ ട്രാക്ക് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സൗണ്ട് എഫക്ട്സ്, നമ്മുടെ ഓൺ വോയിസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ഓഡിയോ ട്രാക്കിൽ യുവർ ഓഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഓഡിയോ ട്രാക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ആ ഒരു പാട്ട്, അതിൻ്റെ ഓഡിയോ ട്രാക്കാണ് രണ്ടാമത്തേത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട സൗണ്ട് എഫക്ട്സും നിങ്ങളുടെ വോയിസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എഡിറ്റിങ്ങിൽ കൊടുക്കുക. എന്നിട്ട് അതിന് ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് സൗണ്ടാണോ നമുക്ക് കൂട്ടി വെക്കേണ്ടത് അതിന് ഇതേപോലെ നമുക്ക് കൂട്ടി വെക്കാവുന്നതാണ്. ഏത് സൗണ്ടാണോ കുറച്ച് വെക്കേണ്ടത് അതിന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ചും വെക്കാവുന്നതാണ്. ഈ രീതിയിലാണ് സൗണ്ട് എഫക്ട്സും ഓൺ വോയിസും അതുപോലെ കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിൽ പാട്ടുകളും ആളുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുക ഒരു ടിക്ക് സൈൻ ഉണ്ട്, ആ ടിക്ക് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുക കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഏറ്റവും ആദ്യത്തേത് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോ തുടക്കം മുതൽ എൻഡ് വരെ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ഇച്ചിരി ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതേപോലെ കൂട്ടാവുന്നതാണ്. ഇനി ഇവിടെ ഏറ്റവും താഴെ നോക്കുക ഒരു മൈക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും വോയിസ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുക ഒരു ടിക്കിൻ്റെ സിമ്പിളുണ്ട്, ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നോക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടുന്ന മറ്റെല്ലാ സെറ്റിങ്സുകളും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് അട്രാക്റ്റീവായ ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ആദ്യം തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഈ പെൻസിൽ ഐക്കോണിനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഈ ഷോർട്ട് വീഡിയോയുടെ എല്ലാ ഫ്രെയിംസും കംപ്ലീറ്റ് ഫ്രെയിംസും ഇവിടെ താഴെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു അട്രാക്റ്റീവായ ഫ്രെയിം സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇതേപോലെ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഏതാണോ നിങ്ങൾക്ക് അട്രാക്റ്റീവായ ഒരു ഫ്രെയിം കിട്ടുന്നത് ആ ഫ്രെയിമിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പം ഞാൻ ഈ ഒരു ഫ്രെയിം ഇതിനെ തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി ഈ തംബ്നെയിലിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ടെക്സ്റ്റ് തംബ്നെയിലിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല, നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് തംബ്നെയിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നോക്കുക ഒരു ടിക്ക് സൈൻ ഉണ്ട്, ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ആ തംബ്നെയിൽ സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പം ഞാനിവിടെ ജാസി എൻജോയിങ് വിത്ത് മോം ആൻഡ് സിസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനോടൊപ്പം #ഷോർട്സ് എന്നും കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനനുസരിച്ചുള്ള ഒരു ടൈറ്റിൽ നിങ്ങളും കൊടുക്കുക. കൊടുത്തിട്ട് ഇതിനെ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നു. നമുക്കിതിനെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങളും ഇതിനെ കോപ്പി ചെയ്തെടുക്കുക. ഇനി അടുത്തത് വിസിബിലിറ്റി ആണ്. നമ്മൾ കംപ്ലീറ്റ് സെറ്റിങ്സും ചെയ്യുന്നത് വരെ വിസിബിലിറ്റി അൺലിസ്റ്റഡിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടുള്ളത് ഓഡിയൻസ് ആണ്. ഓഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയിൽ കുട്ടികളില്ലെങ്കിൽ നിങ്ങളിവിടെ നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഏജ് റെസ്ട്രിക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 അതിൽ ക്ലിക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എന്നും കരുതി ഇത് മുതിർന്നവരിലേക്ക് വേണ്ടി മാത്രം ഒതുക്കണ്ട. ഈ ഒരു സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഈ വീഡിയോ പോകും, എല്ലാവർക്കും കാണാം, നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയിൽ കുട്ടികളുണ്ടെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. യൂട്യൂബ് എപ്പോഴാണ് നമുക്ക് പണി തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കുട്ടികളുള്ള വീഡിയോയിൽ ഇവിടെ നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ
യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അതിനെ മെയ്ഡ് ഫോർ കിഡ്സ് ആക്കി മാറ്റുകയും നിങ്ങളുടെ ഈ കമൻസ് ഒക്കെ ഓഫ് ചെയ്ത് കളയുകയും ചെയ്യും. വീണ്ടും വീണ്ടും നിങ്ങൾ ഈ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് നല്ല പണിയും തരും. അതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വെറുതെ കുത്തിയിരുന്ന് പണി മേടിക്കാതിരിക്കുക. അപ്പോൾ ഈ സെറ്റിങ്സ് കറക്റ്റായി കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ബാക്ക് വരിക. ഇനി അടുത്തത് ടാഗ് പ്രോഡക്ട്സ് ആണ്. ഇത് മോണിറ്റൈസ് ആയ ചാനൽ ആണെങ്കിൽ മാത്രമേ ഈ ടാഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ കാണിക്കത്തില്ല. അപ്പോൾ പ്രോഡക്ട്സിന് എങ്ങനെയാണ് ടാഗ് ചെയ്തത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അതിനനുസരിച്ച് നിങ്ങളെ പ്രോഡക്ട്സിനെ ടാഗ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ താഴെ നോക്കുക, ഷോ മോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഷോ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക് ബാക്കി സെറ്റിങ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് ഒന്നാമത്തേത് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ആഡ് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മൾ ടൈറ്റിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇതേപോലെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് അനുസരിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാഷ്ടാഗ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ #dogs, #dog shorts, #dog lovers ഇങ്ങനെ 3 ഹാഷ്ടാഗ് കൂടി ഞാൻ കൊടുക്കുന്നു. പക്ഷേ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് വേണം കൊടുക്കാൻ. ഹാഷ്ടാഗ് കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എങ്കിലും ഓപ്ഷൻസ് തരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മളിവിടെ ബാക്ക് വരുന്നു. ഇനി അടുത്തത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് റിലേറ്റഡ് വീഡിയോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ, അത് ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളുടെ റിലേറ്റഡ് വീഡിയോ കാണുകയും അതിൻ്റെ വ്യൂസും നിങ്ങൾക്ക് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളും മറക്കാതെ റിലേറ്റഡ് വീഡിയോ കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഇനി അടുത്തത് പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി 3-4 പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോയെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതെല്ലാം എൻ്റെ പ്ലേലിസ്റ്റുകളാണ്. ഇതെല്ലാം യൂട്യൂബ് ടിപ്സിനെ കുറിച്ചുള്ള പ്ലേലിസ്റ്റുകളാണ്. എങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഈ പ്ലേലിസ്റ്റിലേക്കും ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് മോണിറ്റൈസേഷൻ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മോണിറ്റൈസ് ആകാത്ത ചാനലാണെങ്കിൽ ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് കാണിക്കത്തില്ല. ഇവിടെ പെയ്ഡ് പ്രൊമോഷൻ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാഗ് പ്രോഡക്ട്സ്, അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. രണ്ടാമത്തേത് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവരുടെ പരസ്യം, അവരുടെ പ്രൊമോഷൻ കൂടി നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നോ കൊടുക്കുക. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായി ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക് വരിക. ഇനി അടുത്തത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇൻവൈറ്റ് എ കൊളാബറേറ്റർ. അതായത് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും യൂട്യൂബറുമായി കൊളാബ് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൊളാബ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് കമൻസ് നിങ്ങൾ ഓൺ ചെയ്ത് തന്നെ കൊടുക്കുക. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോർട്സ് റീമിക്സിങ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്, 2 അലോ ഓൺലി ഓഡിയോ റീമിക്സിങ്. ഇതിനെക്കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ എൻ്റെ അഭിപ്രായത്തിൽ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം മറ്റ് യൂട്യൂബേഴ്സ് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ അവർ റീമിക്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ റീമിക്സ് ചെയ്യട്ടെ. അവരുടെ ആ ഷോർട്ട് വീഡിയോ ഓടുന്നതിനോടൊപ്പം നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയും ഓടും. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്കും ഇവിടെ വ്യൂസ് കൂടി കിട്ടും. അതുകൊണ്ട് നിങ്ങളിവിടെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്ക് വരിക. ഇനി അടുത്തത് ലാസ്റ്റ് ഓപ്ഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അൾട്ടേർഡ് കണ്ടന്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങളിവിടെ അൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ റൂളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് AI ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളിവിടെ യെസ് തന്നെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. അടുത്തത് ടാക്സ്, ആഡ് ടാക്സ്. യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് ടാക്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് വളരെ വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും ടാക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് ടാക്സ് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഡോഗ് വീഡിയോസ്, ഡോഗ് ഷോർട്സ്, ഡോഗ് ലവേഴ്സ്, ഹൗ ടു ട്രെയിൻ ഡോഗ്സ്, ഇങ്ങനെ കുറച്ച് ടാക്സ് ഇവിടെ കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനനുസരിച്ചുള്ള ടാക്സ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും നമ്മൾ
ബാക്ക് വരിക. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ കൊടുക്കാനുള്ള എല്ലാ സെറ്റിങ്സും നമ്മളിവിടെ കംപ്ലീറ്റ്ലി കൊടുത്തു കഴിഞ്ഞു. ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റിങ്സും മൊബൈൽ ആപ്പിൽ തന്നെ കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ 2 സെറ്റിങ്സ് ഉണ്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ ഒന്ന് കാറ്റഗറി, 2 അലോ എംബഡിങ്. ഇത് രണ്ടും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ അപ്ലോഡ് ഷോർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ഷോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എല്ലാ സെറ്റിങ്സും കൊടുത്താണ് ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇനി മുതൽ ഇതേ രീതിയിൽ എല്ലാ സെറ്റിങ്സും കൊടുത്ത് തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.